ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയാണ്. ഒരുപാട് ജോലികൾക്ക് അപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്. പക്ഷേ എവിടെയും സെലക്ട് ആവുന്നില്ല. ചിലയിടത്ത് അവർ ഇന്റർവ്യൂവിന് പോലും വിളിക്കുന്നില്ല. എന്താണ് പ്രശ്നം? എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയിലുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊരു ധാരണ വേണം. ആ ധാരണ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു പൊസിഷൻ ഉണ്ട്, ഡേറ്റ സയൻസിൽ ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ ചിലപ്പോൾ ഒരു 1000 പേര് അപ്ലൈ ചെയ്യും. ഈ 1000 പേര് അപ്ലൈ ചെയ്ത് നിങ്ങളാണ് ഒരാളെ അവർ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ സാധ്യത 0.1% ആണ്. അപ്പോൾ കൃത്യമായിട്ട് റെസ്യൂമെ ഇല്ലാത്ത, കൃത്യമായിട്ട് അവർ പറയുന്നത് പോലെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരെ ആ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്ട് ചെയ്യും. മേ ബി പകുതി പേര്, അതായത് 1000-ൽ നിന്ന് 500 പേര് റിജക്റ്റ് ആയി പോകും. അപ്പോൾ എത്രയായി? നിങ്ങളുടെ സാധ്യത ഡബിളായി. അപ്പോൾ നിങ്ങളുടെ സാധ്യത ഡബിൾ ആവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ടൊരു റെസ്യൂമെ, കവർ ലെറ്റർ, മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവർ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 500-ൽ നിന്ന് ബാക്കി ഒരു 300 പേരൊക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ട്, അതായത് വേണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ വേണ്ടത്ര പരിചയമില്ലാത്ത, അങ്ങനെ പല പല ക്രൈറ്റീരിയ കൊണ്ട് ബാക്കിയൊരു 300 പേരും കൂടെ കളയും. അപ്പം നിങ്ങളുടെ സാധ്യത എത്രയായി? ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ 5 ഇരട്ടിയായി. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ സാധ്യത 5 ഇരട്ടിയാവും. ഒന്ന്, പ്രോപ്പറായിട്ട് റെസ്യൂമെയും മറ്റു കാര്യങ്ങളും വെച്ച് അപ്ലൈ ചെയ്യുക. 2, നിങ്ങളുടെ സ്കിൽ സെറ്റിനെ മാച്ച് ചെയ്യുന്നൊരു ജോബാണെന്ന് ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സാധ്യത 5 ഇരട്ടിയായി. ഇനി അതിനുശേഷം ഞങ്ങളുടെ കമ്പനിയിലൊക്കെ സാധാരണ കൊടുക്കാറുള്ള ഒരു ടെസ്റ്റ് പ്രൊജക്റ്റ്, ഒരു പ്രോഗ്രാമിംഗ് ടെസ്റ്റ് പ്രൊജക്റ്റ് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഒരു 200 പേര് ബാക്കിയുണ്ട്. 200 പേരിൽ ഒരു 50 പേരൊക്കെ ടെസ്റ്റ് പ്രൊജക്റ്റ് തരാറുള്ളൂ. മാക്സിമം 50 പേരൊക്കെ ടെസ്റ്റ് പ്രൊജക്റ്റ് തരാറുള്ളൂ. ബാക്കി 150 പേരെ തരാറില്ല. അപ്പം നിങ്ങൾ സമയം മെനക്കെടുത്ത് ഇരുന്ന് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ, ആ ടെസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാധ്യത പിന്നെ ഇരട്ടിപ്പിക്കുകയാണ്. 5 ഇരട്ടി എന്നുള്ളത് 20 ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ടെസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തു. ടെസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ടെക്നിക്കൽ ഇവാലുവേഷനാണ്. ഈ ടെക്നിക്കൽ ഇവാലുവേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു കഴിവാണ്. അതായത് ടെക്നോളജിക്കൽ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അസംഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവും കൂടി വേണം. അവിടെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകളും കൂടി ഉപയോഗപ്പെടുത്തണം. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞു. ഈ 50 പേരിൽ നിന്ന് ഒരു 10 പേരെയൊക്കെ ആയിരിക്കും ഞങ്ങൾ ഫൈനൽ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുക. ഈ ഫൈനൽ ഇന്റർവ്യൂവിൽ ഞങ്ങൾ നോക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകളാണ്. അതായത് നിങ്ങളൊരു ടീമിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുക. ചില ഏറ്റക്കുറച്ചിലുണ്ട് എങ്കിലും സാധാരണ എല്ലാ കമ്പനികളിലും ഈ ഒരു രീതിയിലായിരിക്കും ഹയറിംഗ് ഉണ്ടാവുക. എല്ലാവരും വിചാരിക്കുക ഹയറിംഗ് എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ പ്രോസസ് ആണെന്നുള്ളതാണ്. അല്ല, ഹയറിംഗ് എപ്പോഴും ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. ഓരോ സ്റ്റേജിലും HR അല്ലെങ്കിൽ ഹയറിംഗ് ടീം ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് വന്ന് അവസാനം കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരിൽ നിന്ന് മാത്രമാണ് സെലക്ഷൻ നടക്കുക. ഇത്തരത്തിലുള്ള കരിയർ ടിപ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി നാളെ നമുക്ക് കാണാം. താങ്ക് യു.